Hi guys, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. My name is Prince and you are watching Active Prince Vlogs. നിങ്ങൾ ഈ മാസം ഒരു പുതിയ സ്മാർട്ട് ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. കാരണം ഈ മാസം കുറച്ച് നല്ല ഫോൺസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഫോണും കൂടെ ലോഞ്ച് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്മാർട്ട് ഫോൺ? അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എൻ്റെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രമിക്കുക. സോ ആദ്യമായി തന്നെ ഞാൻ പറയുകയാണ്, ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, നിങ്ങളിലേക്ക് പുതിയ ന്യൂസ് എത്തിക്കുകയാണ് എൻ്റെ ജോലി. സോ അതുകൊണ്ട് ഈ വീഡിയോ ആരും നെഗറ്റീവായിട്ട് ഒരിക്കലും കാണരുത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോയേ അല്ല, നിങ്ങളിലേക്ക് പുതിയ ന്യൂസ് എത്തിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജൂലൈ 21 നിങ്ങളെല്ലാവരും കാത്തിരുന്ന OnePlusൻ്റെ നോഡാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആ നോഡിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനുണ്ടാവുക 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേക്കും ഇതിന് 90 Hz ഡിസ്പ്ലേ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് പവർ നൽകുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 765G എന്ന 5G പ്രൊസസ്സറായിരിക്കും. ഇതിന് 6GB 8GB RAM വേരിയൻറ്റുകളും ഉണ്ടാകും. പിന്നെ ക്യാമറയുടെ ഭാഗത്ത് നോക്കിയാൽ ക്യാമറ 48 MP ആവാനാണ് സാധ്യത. ക്വാഡ് ക്യാമറ ആയിരിക്കും. പിന്നീട് ബാറ്ററിയുടെ കാര്യത്തിൽ 4300 mAh പിന്നെ 30 watts ഒരു റാപ്പ് ചാർജറും ഉണ്ടാകും. ഇതൊരു അണ്ടർ 30K പ്രൈസ് റേഞ്ചിലായിരിക്കും ലോഞ്ച് ചെയ്യുക. അതിൻ്റെ അടുത്ത ദിവസം തന്നെ, അതായത് ഈ മാസം 22 അസൂസിൻ്റെ ROG Phone 3 ലോഞ്ച് ചെയ്യും. നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഇതിന് 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉണ്ടാകും. അതോടൊപ്പം തന്നെ 144 Hz റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഈ ഫോണിന് പവർ നൽകുക സ്നാപ്ഡ്രാഗൻ്റെ 865+ എന്ന ബെസ്റ്റ് പവർഫുള്ളായ പ്രൊസസ്സറായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിന് 12GB RAM 16GB RAM എന്നീ വേരിയൻറ്റുകൾ ഉണ്ടാകും. ഇതിൻ്റെ ക്യാമറയുടെ ഭാഗത്ത് നോക്കിയാൽ ഒരു 64 MP അടങ്ങുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. പിന്നെ സെൽഫി ആയിട്ട് ഒരു 16 MP ഷൂട്ടർ ഉണ്ടാകും. പിന്നെ ബാറ്ററിയുടെ ഭാഗത്ത് നോക്കിയാൽ ഒരു 6000 mAh ബാറ്ററിയും അതോടൊപ്പം തന്നെ 30 watts ചാർജറും ലഭിക്കും. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു 40 to 50K ആയിരിക്കും. സോ ഈ മാസം ലാസ്റ്റിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഫോണുകളിൽ ഒന്നാണ് മോട്ടറോള ONE FUSION പറഞ്ഞ ഫോൺ. മോട്ടറോള ONE FUSION പ്ലസ് കുറച്ച് മുമ്പ് ലോഞ്ച് ചെയ്തു. അതിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് 17,500 ആ ഫോണിൻ്റെ ലൈറ്റർ വേർഷനായിരിക്കും ഈ മോട്ടറോള ONE FUSION പറഞ്ഞ ഫോൺ. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ഈ ഫോണിലുണ്ടായിരിക്കും ഒരു 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ ഇതിന് പവർ നൽകുക ഒരു സ്നാപ്ഡ്രാഗൺ 710 or 712 പ്രോസസ്സറായിരിക്കും. പിന്നെ 4GB 6GB RAM വേരിയൻറ്റുകളുണ്ടാകും. പിന്നെ ക്യാമറയുടെ ഭാഗത്ത് നോക്കിയാൽ ഒരു 14 MP അടങ്ങുന്ന ഒരു ട്രിപ്പിൾ ക്യാം സെറ്റപ്പ് ആയിരിക്കും. സെൽഫിയുടെ കാര്യത്തിൽ കൺഫർമേഷൻ ഇല്ല. പിന്നെ 5000 mAh ബാറ്ററിയും പിന്നെ 10 watts അല്ലെങ്കിൽ 18 watts ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാകും. ഒരു 15K പ്രൈസ് റേഞ്ച് ആയിരിക്കും ഈ ഫോണിന് ഉണ്ടാവുക. അടുത്തതായി പറയാൻ പോകുന്ന ഫോൺ അത്ര കൺഫേംഡ് അല്ല, എന്നാലും ചില റൂമേഴ്സൊക്കെ വെച്ചിട്ട് ഈ മാസം അവസാനം ലോഞ്ച് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഫോണാണ് ഓപ്പോ Reno 4 സീരീസ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ നോക്കാം. അതുണ്ടാവുക 6.5 ഇഞ്ചിന് ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേക്കും ഇതിന് 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പ്രൊസസ്സർ പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 765G എന്ന പ്രൊസസ്സറായിരിക്കും. പിന്നെ ഇതിന് 8GB RAM 12GB RAM എന്ന RAM വേരിയൻറ്റുകൾ ഉണ്ടാകും. പിന്നീട് 48 MB ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. പിന്നെ 32 MB സെൽഫി ക്യാമറ ഇതിന് നൽകും. പിന്നെ 4000 mAh ബാറ്ററി അതോടൊപ്പം തന്നെ 65 watts ഫാസ്റ്റ് ചാർജർ ഇതിൻ്റെ കൂടെ ലഭിക്കും. ഇതൊരു അണ്ടർ 35K ആയിരിക്കും എന്നാണ് ഒരു പ്രതീക്ഷിക്കുന്ന വില. അടുത്തതായി ആ മാസം അവസാനം ലോഞ്ച് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന ഒരു ഫോണാണ് മോട്ടോറോളയുടെ എഡ്ജ് ലൈറ്റ്. സോ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ഇതിനുണ്ടാവുക 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേക്കും ഇതിന് 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടാകും.
പിന്നീട് ഇതിന് പവർ നൽകുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 765G എന്ന പ്രോസസ്സറായിരിക്കും. ഇതിന് 6GB 8GB 12GB റാം വേരിയൻറ്റുകൾ ഉണ്ടാകും. പിന്നെ ക്യാമറയുടെ ഭാഗത്ത് നോക്കിയാൽ ഒന്നെങ്കിൽ 64MB 48MB ക്യാമറ ആയിരിക്കും. ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഇതിലുണ്ടാവുക. സെൽഫിയുടെ കാര്യത്തിൽ അത്ര കൺഫർമേഷൻ ഇല്ല. പിന്നെ ബാറ്ററിയുടെ കാര്യമാണെങ്കിൽ 4500 mAh ഒരു ബാറ്ററി ആയിരിക്കും. അതോടൊപ്പം തന്നെ 18 watts ഫാസ്റ്റ് ചാർജർ ഉണ്ടാവും എന്നാണ് ലീക്ക്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 50,000 താഴെ ആയിരിക്കുമെന്നാണ് റൂമേഴ്സ്. അടുത്തതായി അത്ര കൺഫേംഡ് അല്ലാത്ത എന്നാലും ഈ മാസം അവസാനം ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷയുള്ള ഒരു ഫോണാണ്. അതാണ് ഗൂഗിളിൻ്റെ Pixel 4a. ഇപ്പം നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇതിനുണ്ടാകുക ഒരു 5.8 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ OLED ഡിസ്പ്ലേക്കും ഇതിന് സ്നാപ്ഡ്രാഗൺ 730 ആയിരിക്കും പവർ ചെയ്യുക. 3GB 4GB റാം വേരിയൻറ്റുകൾ ഉണ്ടാകും. റിയർ ക്യാമറ ആയിട്ട് 12.2 MB സിംഗിൾ ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഡുവലോ ട്രിപ്പിളോ ക്വാഡോ ഒന്നല്ല, ഒരു സിംഗിൾ ക്യാം. പിന്നെ 8 MP സെൽഫി ക്യാമറ ആയിരിക്കും. അതൊരു പഞ്ച് ഹോൾ ആയിട്ടായിരിക്കും നൽകുക. പിന്നെ 3800 mAh ബാറ്ററി ഉണ്ടാകും. അതോടൊപ്പം തന്നെ 18 watts ഫാസ്റ്റ് ചാർജിങ്ങും. ഇതൊരു അറൗണ്ട് 30K അടുത്തുണ്ടാവും പ്രൈസ് റേഞ്ച്. റെഡ്മി എന്ന സബ് ബ്രാൻഡിൽ ഷവമി ഈ മാസാവസാനം പുറത്തിറക്കുന്ന സ്മാർട്ട് ഫോണാണ് റെഡ്മിയുടെ Note 9. ഇപ്പോൾ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ഇതിലുണ്ടായിരിക്കും ഒരു 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേക്കും. പിന്നെ ഇതിൽ ഉണ്ടായിരിക്കും മീഡിയടെക്കിൻ്റെ പ്രൊസസ്സറായിരിക്കും, മീഡിയടെക്കിൻ്റെ ഹീറോ G85. പിന്നെ ഇതിൽ 3GB 4GB റാം വേരിയൻറ്റുകൾ ഉണ്ടായി. 48MB ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഇതിലുണ്ടാവുക. അതുപോലെ തന്നെ സെൽഫി ആയിട്ട് 13 MP ഷൂട്ടറായിരിക്കും നൽകുക. പിന്നെ ബാറ്ററിയുടെ ഭാഗത്ത് നോക്കിയാൽ ബാറ്ററി 5020 mAh ബാറ്ററി ഉണ്ടാകും. അതോടൊപ്പം തന്നെ 10 watts അല്ലെങ്കിൽ 18 watts ഫാസ്റ്റ് ചാർജർ ആയിരിക്കും അതിനോടൊപ്പം നൽകുക. ഇതൊരു 14,000 താഴെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. അതുപോലെ തന്നെ റെഡ്മി K30 Pro ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ലോഞ്ച് ഉണ്ടാവാൻ സാധ്യത. ഇന്ത്യയിലേക്ക് വരുന്ന ഈ റെഡ്മി K30 Pro ഗ്ലോബലി ലോഞ്ച് ചെയ്ത പോക്കോ F2 Pro എന്ന ഫോണിൻ്റെ അതേ എക്സാക്ട്ലി സെയിം സ്പെസിഫിക്കേഷൻസ് കൂടെ ആയിരിക്കും വരിക. അത് ലോഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ അവിടെ എടുത്ത് പറയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഈ മാസം അവസാനം റെഡ്മിയുടെ K30 Pro ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇത്രയുമാണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോൺസ്. നിങ്ങൾ ഈ മാസം സ്മാർട്ട് ഫോൺ മേടിക്കാൻ വിചാരിച്ചെങ്കിൽ കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കുക. ഈ ഫോൺസൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ കണ്ടിട്ട് ഒരു സ്മാർട്ട് ഫോൺ തിരഞ്ഞെടുത്തായിരിക്കും ഉചിതം. സോ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസൊക്കെ ചില സ്ഥലങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ലോഞ്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഉറപ്പിക്കുക. ചിലപ്പോൾ ഇതൊക്കെ വെറും റൂമേഴ്സാണ്, ചിലത് കൺഫേംഡ് ആണ്, ചിലത് റൂമേഴ്സാണ്. അപ്പോൾ എല്ലാം കൃത്യമായിരിക്കണമെന്നൊരു നിർബന്ധമില്ല. സോ നിങ്ങൾ ലോഞ്ച് ചെയ്തിട്ട് മാത്രം ഒരു ഫോൺ തിരഞ്ഞെടുക്കുക. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ഏത് സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. സ്റ്റേ സേഫ്.